അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഡീഫോൾട്ടായിട്ടുള്ള പ്രീസെറ്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്, വിഡ്ത്തും ഹൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ഞാനിപ്പോൾ ഒരു ഇഞ്ചസ് എടുത്തിട്ട് 8.5/11 ഫേസിങ് പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസിങ് പേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പേജസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് തൽക്കാലത്തേക്ക് ഫേസിങ് പേജസ് ഞാൻ ഓഫ് ആക്കി ഇട്ടിട്ട് ഇത് കോളംസും ഗട്ടർ സൈസുമാണ്. പിന്നെ മുകളിലത്തെ മാർജിനും ടോപ്പ് മാർജിൻ്റെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ബ്ലീഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത് പിന്നെ നോക്കാം. ഈ മാർജിൻസ് വരെ നമുക്ക് നോക്കാം. 0.5 ഇഞ്ചാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 8.5/11 ഒരു ഡീഫോൾട്ടായിട്ടുള്ള ഒരു ഇൻഡിസൈനിലെ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഫയലിൻ്റെ അകത്ത് നമുക്ക് ഡോക്യുമെൻറ്റ് സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി നമുക്കിവിടെ മാറ്റാം. ഉദാഹരണത്തിന് പ്രിൻ്റ് മാറ്റിയിട്ട് വെബ് ആക്കാം. കണ്ടോ, വെബ് ആക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാർജിൻസും കാര്യങ്ങളും എല്ലാം മാറുന്നുണ്ട്. കണ്ടോ, പേജ് സൈസ്. അതുപോലെ മൊബൈലാകുമ്പോൾ മൊബൈലിൻ്റെ സൈസാവും, പ്രിൻ്റ് ആകുമ്പോൾ പഴയ പോലെ നമുക്ക് പ്രിൻറ്റിൻ്റെ സൈസ്. പിന്നെ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. ഓക്കെ, പിന്നെ മാർജിൻസ് 0.1 ആണ്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു വട്ടം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. 0.8 ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും ഇവിടെ ചേഞ്ച് ആവും. പ്രിവ്യൂ നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഈ പ്രിവ്യൂ അടിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ലൈന് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ലേഔട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലേഔട്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ ആദ്യം ഫസ്റ്റ് അവിടെ കണ്ടില്ലേ, അതേ ലേഔട്ട് തന്നെയാണ് ഇതും. ഇവിടെ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ബ്ലീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കാം എന്താണെന്നുള്ള കാര്യം. ഞാൻ തൽക്കാലത്തേക്ക് ഇത് വെച്ചിട്ട് ഇപ്പോൾ ലെറ്റർ മാറ്റിയിട്ട് ടാബ്ലോയിഡ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ട് ഇത് മാറും. ഉണ്ടല്ലോ, അപ്പോൾ ഒരു വട്ടം നമ്മൾ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റിൽ ചെയ്ത് തുടങ്ങണം. പിന്നെ മാറ്റിയാൽ അത് കുളമാവും. പിന്നെ നമ്മൾ റീസെറ്റ് ചെയ്ത് മൊത്തവും നല്ല വലിയ ഡിസൈനൊക്കെ ആണെങ്കിൽ പിന്നെ ഒരുപാട് ടൈം എടുക്കും അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഒരു പുതിയ ഡോക്യുമെൻ്റ് എടുക്കുന്നു. ഓക്കെ, പുതിയ ഡോക്യുമെൻ്റ് എടുക്കുന്നു. ഇതിൻ്റെ അകത്ത് പ്രിൻറ്റിലോട്ട് പോവുകയാണ്. പ്രിൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രിൻറ്റിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് പ്രീസെറ്റ് അത് പ്രിൻറ്റിലുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എന്ത് ചെയ്യാം, ഇഞ്ചസിലേക്ക് മാറ്റുമ്പോൾ ഡീഫോൾട്ടായിട്ട് 8.5/11 വരും. പേജസ് 1 ആണ്. ഫേസിങ് പേജസ് വേണ്ട, ക്രിയേറ്റ്. ഓക്കെ, പിന്നെ ഉള്ള എന്താണ്, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തു, ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വരച്ചു. വരച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ഫില്ല് ചെയ്യാം? ഒരു സ്ട്രോക്കും ഫില്ലും നമുക്കിത് ഇവിടെ ഫില്ല് ചെയ്യാം. കണ്ടോ, സ്ട്രോക്കും ഫില്ലും, മുകളിൽ ഫില്ലും താഴെ സ്ട്രോക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയും കളർ മാറ്റാം. കണ്ടോ, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഫോട്ടോഷോപ്പിൽ മാറ്റുമല്ലോ അതുപോലെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് കളർ മാറ്റാം. അപ്പോൾ ഇതിൻ്റെ എന്താണ്, ഫില്ലാണെന്നുണ്ടെങ്കിൽ ഇത്, സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത്. സ്ട്രോക്കിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടാം, സ്ട്രോക്കിൻ്റെ കളർ നമുക്ക് മാറ്റാം. അപ്പോൾ അവർ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം തന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഫോർമാറ്റിംഗ് ടാബ് നമുക്ക് എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഈ ഫോർമാറ്റിംഗ് ടാബിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ പിന്നെ ഈ ഒരു ടൂൾ എന്ന് പറയുന്നത് സെലക്ഷൻ ടൂളാണ്. നമുക്കിതിനെ സെലക്ട് ചെയ്ത് നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ സോഫ്റ്റ്വെയർ പോലെ അല്ല, ഇതൊരു ഫ്രെയിമിലാണ് നിൽക്കുന്നത്. ശ്രദ്ധിച്ചോ, കണ്ടോ, എന്തൊരു ഒബ്ജക്റ്റ് എടുത്താലും ഇതൊരു ഫ്രെയിമിലായിരിക്കും നിൽക്കുന്നത്. കണ്ടോ. ഓക്കെ, ഇനി ഞാനിതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് W അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. കണ്ടല്ലോ, W അടിച്ചാൽ ഓവർലേ ഓഫ്, ഓവർലേ ഓൺ ആൻഡ് ഓവർലേ ഓഫ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ്. സേവ് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗമേ നമ്മൾ പ്രിൻറ്റിൽ എടുക്കുമ്പോൾ കിട്ടത്തുള്ളൂ. സേവ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ. സേവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, പക്ഷേ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിൽ കൊണ്ടുവച്ചാലും പ്രോബ്ലം ഇല്ല. പക്ഷേ ഇല്ലുസ്ട്രേറ്ററിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടിക്ക് കൊടുക്കണം. കൊടുത്താൽ മാത്രമേ അതിൻ്റെ അകത്ത് നിൽക്കുകയുള്ളൂ. ഇതിൽ അങ്ങനെയല്ല. ഇത് നമ്മൾ ഔട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് വരത്തുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് സെലക്ഷൻ ടൂളാണ്. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡയറക്റ്റ് സെലക്ഷൻ നമുക്കിതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക, മൂവ് ചെയ്യുക. ഈ ഒരു എഡ്ജ് ഉണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഏത് ഭാഗത്തോട്ടാണ് വേണം ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ടൂളും കൂടെ ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ ഏതാണ്, പെൻ ടൂളിൻ്റെ അകത്ത് കൺവേർട്ട് പോയിൻ്റ് ടൂൾ. അതും കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ആയി പോകും. ഇപ്പോൾ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ച് നമുക്കിതിനെ സെലക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഏത് ഭാഗത്താണ് മൂവ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ 2 ടൂളായി. ഒരു ടൂൾ ഏതാണ്? സെലക്ഷൻ ടൂൾ. രണ്ടാമത്തത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഓക്കെ, അപ്പോൾ ഇത് ഫില്ലും ഇത് സ്ട്രോക്കും ആണ്. അത് മാറിപ്പോരുത്. ഈ ഒരു ഏരിയക്കകത്താണ് കിടക്കുന്നത്. നിങ്ങൾ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് പോലെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്യാം. അതിനുള്ള ഷോർട്ട് കട്ട് ഏതാണ്? എക്സ് ആണ് ഫ്ലിപ്പ് ചെയ്യാനുള്ളത്. ഡി അടിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ നമ്മുടെ ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും കിട്ടും. എക്സ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. അതെല്ലാം കോമൺ ആസ് ഫോട്ടോഷോപ്പ് തന്നെയാണ്. ഓക്കെ, ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ നമുക്കുള്ള എന്താണ്? പേജസ് ആണ് പിന്നെ ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഞാൻ ഈ പേജസിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പുറത്തെടുക്കാം, ഡോക്ക് ചെയ്യാം, അകത്ത് കൊണ്ട് ഡ്രാഗ് ചെയ്തിടാം. ഇതെല്ലാം സെയിം ആസ് ഫോട്ടോഷോപ്പാണ്. കണ്ടോ, ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഇടാം. പേജസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് മൂവ് ചെയ്തെടുക്കാം. ഒരു പേജും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്താണ്? ക്രിയേറ്റ് എ ന്യൂ പേജ്. അപ്പോൾ ഒരു പുതിയ പേജ് വരും, ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടാം. പക്ഷേ ഇത് മൂവ് ആവത്തില്ല. കാരണം എന്താണ്? ഇത് ലോക്ക്ഡ് ആണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അലോ ഡോക്യുമെൻ്റ് പേജസ് ടു ഷഫിൾ, ടിക്ക് മാറ്റുക, ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതിലോട്ട് വരും, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിലോട്ട് വരും. അപ്പോൾ നമുക്ക് 10 പേജുണ്ട്. എല്ലാ പേജും ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഏതെങ്കിലും ഒരു പേജിൻ്റെ അകത്ത് പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു പേജിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് കയറിക്കോളൂ. അതുകൊണ്ടോ, മനസ്സിലായി? അപ്പോൾ അതിൻ്റെ അകത്ത് പല ഡിസൈൻ ആയിരിക്കാം, 10 ഡിസൈൻ ആയിരിക്കാം. ആ ഒരു ഡിസൈനകത്തോട്ട് പോകണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കയറുക. അല്ലെങ്കിൽ ഒരു മാഗസീൻ ആയിരിക്കാം, ഒരു 20-25 പേജുള്ള മാഗസീൻ ആണെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ പേജ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ്, പേജിൻ്റെ അകത്ത് നമുക്കിവിടെ റീനെയിം ചെയ്യാൻ പറ്റും. റീനെയിം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പേജിനെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ഒരു പേജിലൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഫസ്റ്റ് പേജിൽ ഞാനൊരു റെക്ടാങ്കിൾ ടൂൾ വെച്ചിട്ട് വരച്ചു, എന്നിട്ട് എന്തെങ്കിലും ഒരു ഫില്ല് കൊടുത്തു. ഓക്കെ, രണ്ടാമത്തെ പേജിൽ കയറി അതിൻ്റെ അകത്ത് ഞാൻ വേറെ ഏതെങ്കിലും ഒരു എലിപ്സ് ടൂൾ ഇങ്ങനെ വരച്ചു. എലിപ്സ് ടൂളിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ഫില്ല് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അകത്ത് കയറും. കണ്ടല്ലോ, അതാ ഡബിൾ ക്ലിക്ക് കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓരോ പേജായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ്, പേജസിനകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാം, സെലക്ട് ചെയ്യുക, ഡിലീറ്റ്, സെലക്ട് ചെയ്യുക. അപ്പോൾ എത്ര നമ്പർ ഓഫ് പേജസ് ആഡ് ആണല്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഡിലീറ്റ്. ഓക്കെ, ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഇത്രേ ഉള്ളൂ. ഓക്കെ, ടാബ് അടിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ടാബ് അടിച്ച് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹാൻഡ് ടൂൾ. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ് ചെയ്യാം, എക്സ് ആൻഡ് വൈ ആക്സിസ് മൂവ് ചെയ്യാം. പിന്നെ സൂം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സൂം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിറ്റ് ടു സ്ക്രീൻ ചെയ്താൽ കൺട്രോൾ 0, കൺട്രോൾ പ്ലസ് അടിച്ചിട്ട് കൺട്രോൾ 0. എല്ലാത്തിനും സെയിം തന്നെ, അഡോബിൻ്റെ എല്ലാ ഇതിനകത്തും കൺട്രോൾ +0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു പിക്ചർ ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. എന്തായിട്ടായിരിക്കും ഇതിൻ്റെ അകത്തൊരു പിക്ചർ ഇമ്പോർട്ട് ആവുന്നത്? ഫയൽ, പ്ലേസ്, ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫ് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫോട്ടോഗ്രാഫ് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഒരു ആരോ കണ്ടോ, ആരോ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫുൾ ആ ഇമേജിൻ്റെ സൈസ് എത്രയുണ്ട് ആ ഫുൾ സൈസിൽ അതങ്ങ് പേസ്റ്റ് ആവും. കണ്ടോ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു, ഇതിനെയും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഫയൽ, പ്ലേസ്, വീണ്ടും ഞാൻ ആ പിക്ചറിനെ സെലക്ട് ചെയ്തു. ഇനി നമ്മുടെ ഇഷ്ടത്തിന് ഇതിനെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ ഇഷ്ടത്തിന് അതിനെ വരയ്ക്കാം. മനസ്സിലായ സംഭവം? അപ്പോൾ 2 രീതിയിലാണ്. ഒന്ന് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഫയൽ, പ്ലേസ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെലക്ട് ചെയ്യുക, വരയ്ക്കുക. കണ്ടോ, നമ്മളത് വരയ്ക്കും തോറും അതിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്ത് വരും. അതിൻ്റെ മാക്സിമം സൈസ് ഉണ്ടല്ലോ, ആ സൈസ് വരെ അത് വന്ന് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫ്രെയിം വെറുതെ മൂവ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഈ ഫ്രെയിം എല്ലാം ഇതിൻ്റെ അകത്തൊരു ഫ്രെയിമിലായിരിക്കും നിൽക്കുന്നത്. പിടികിട്ടിയ? പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതിനെ ഇങ്ങനെ പിടിച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇതിങ്ങനെ ആയിപ്പോവും. ഇതുണ്ടോ? അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സൂം ഉണ്ട്, ട്രാൻസ്ഫോം ഉണ്ട്. ട്രാൻസ്ഫോമിൻ്റെ അകത്ത് മൂവ്, സ്കെയിൽ, റൊട്ടേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഇതുണ്ടോ? പിന്നെ നമ്മൾ ലെയറിൽ പോയി കഴിഞ്ഞാൽ F7 അടിച്ച് ലെയറിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ലെയറിനെ എനിക്ക് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അത് അവിടെ തന്നെ ഇരുന്നോളും. പിന്നെ അൺലോക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോക്ക് മാറത്തുള്ളൂ. സെയിം തന്നെയാണ് എല്ലാത്തിനും. എടാ, ആരെങ്കിലും ഇപ്പോൾ അത്യാവശ്യമായിട്ട് ജോലി നോക്കുന്നുണ്ടോ? ഫോട്ടോഷോപ്പിന് നോക്കുന്നുണ്ടോ?
അങ്ങനെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമ്പർ തരാമേ, ഇത് വിളിച്ചിട്ട് അങ്ങോട്ടൊന്ന് പോയാൽ മതി. ഹലോ ഹലോ, ഞാൻ ഗുഡ് മോർണിംഗ്. ഞാൻ പുള്ളിക്കാരൻ നമ്പർ കൊടുക്കാമേ, അപ്പോഴത്തേക്കും വിളിക്കും. ഇപ്പോൾ ക്ലാസ് ഇരിക്കുകയാണ്, ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കും. ശരി ശരി, ഓക്കെ. പോവില്ലല്ലേ, ഇവിടെ കേസ് ഹൗസ് വരും, പോയി നോക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ അകത്ത് ലോക്ക് ഇല്ല, ഇതിങ്ങനെ മൂവ് ആയിക്കൊണ്ടേയിരിക്കും കണ്ടോ. അപ്പോൾ എല്ലാം ഇതിൻ്റെ അകത്ത് ഒരു ഫ്രെയിംസിലാണ് നമ്മൾ വെക്കുന്നത് കണ്ടോ. ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സംഭവമാണ്. അത് നമ്മൾ മൂവ് ചെയ്തിട്ട് കറക്റ്റ് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാർക്കുണ്ട്, അവിടെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വയ്ക്കാം. ഓൾട്ട് ഹോൾഡ് ചെയ്താൽ വീണ്ടും ഒരു ഫ്രെയിമിലൂടെ ആയിരിക്കും ഇത് വരുന്നത് കണ്ടോ. വീണ്ടും ഓൾട്ട് ഹോൾഡ് ചെയ്താൽ ഒരു ഫ്രെയിമിലായിരിക്കും വരുന്നത്. അപ്പോൾ എന്ത് ഒബ്ജക്റ്റ് ഇതിൻ്റെ അകത്ത് വരച്ചാലും അത് എന്തിലായിരിക്കും വരുന്നത്, ഒരു ഫ്രെയിം കണ്ടോ. ഇത് ഞാനൊരു ജസ്റ്റ് ഒരു ഇത് വരച്ചതേ ഉള്ളൂ, സർക്കിൾ വരച്ചുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അത് ഫ്രെയിമായി. ഫ്രെയിം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തെ പ്രോപ്പർട്ടിക്ക് അത് ഫ്രെയിം മാത്രമേ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഓൾട്ട് ഹോൾഡ് ചെയ്താൽ എന്താണ്, കോപ്പി എടുക്കാം. ഓക്കെ, അല്ലാതുണ്ടെങ്കിൽ കൺട്രോൾ C കൺട്രോൾ V അടിച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. കൺട്രോൾ C കൺട്രോൾ V കണ്ടോ, സാധാരണ പോലെ തന്നെ കൺട്രോൾ C കൺട്രോൾ V അടിച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ, ഇതിപ്പോൾ ഈ ഫ്രെയിമിന് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഇത് കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത്, ഞാൻ പിടിച്ചപ്പോൾ അറിയാതെ അങ്ങ് മൂവ് ആയിപ്പോയി അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് കണ്ടോ, ഫിൽ ഫ്രെയിം പ്രപ്പോർഷണലി. അതിലൊരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രപ്പോർഷണലി ആയി. അതിൻ്റെ തൊട്ടടുത്ത് ഫിറ്റ് കണ്ടൻറ്റ് പ്രപ്പോർഷണലി കണ്ടോ. അപ്പോൾ അത് കറക്റ്റായി. മനസ്സിലായ സംഭവം. ഇതെന്ന് പറഞ്ഞാൽ കണ്ടൻറ്റിനെ കറക്റ്റ് ചെയ്യാനുള്ളതാണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രെയിമിനെ ശരിയാക്കാനുള്ള. അപ്പോൾ രണ്ടും ശരിയായാൽ മാത്രമേ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ പറയാം, ഞാനിത് മൂവ് ചെയ്തു, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിപ്പോവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, ഇതിൻ്റെ അകത്ത് ഫിൽ ഫ്രെയിം പ്രപ്പോർഷണലി ക്ലിക്ക് ചെയ്യുമ്പോൾ ഫ്രെയിം കറക്റ്റായി. ഇനി ഇതിന് അകത്തുള്ള പിക്ചറിനെ കറക്റ്റ് ചെയ്യണം. സോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള പിക്ചറും കറക്റ്റായി. ഫൈൻ. അപ്പോൾ ഇതേപോലെ വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് യൂസ് ചെയ്യാൻ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ടൂളാണ്. അത് നമ്മൾ ട്രാൻസ്ഫോം ടൂളിൽ തന്നെ വർക്ക് ചെയ്യണം. പറയാം. ഓക്കെ, ഫയൽ ഞാൻ ഒന്നുകൂടി പ്ലേസ് ചെയ്യണേ. പ്ലേസ് ഈ ഒബ്ജക്റ്റിനെ ഞാനിങ്ങനെ വരച്ചു. ഓക്കെ, ഇത് വരച്ചിട്ട് സാധാരണ മൂവ് ടൂൾ ഉണ്ടല്ലോ, ആ ടൂൾ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ബ്ലാക്ക് ഇങ്ങനെ വരുന്നുണ്ടോ. ഈ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ കൊണ്ടുപോകാം. മനസ്സിലായോ? അതിൽ തന്നെ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൂവ്മെൻ്റ് ഒന്നും വലിയ പ്രശ്നം വരത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് കണ്ടോ ഒരു കൈയുടെ അടയാളം കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് ഇൻസൈഡ് സംഭവം ട്വീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. ഇല്ല, നമ്മൾ ഇത് ലോക്ക് അല്ലെങ്കിൽ അതിനെ ലോക്ക് ചെയ്തിരിക്കണം. മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്ക് ഇതുണ്ട് കണ്ടോ, കറക്റ്റായിട്ട് മൂവ് ആവും. ആരോ അടിച്ച് മൂവ് ചെയ്യുന്ന എന്തിനാ, അതിനെക്കാട്ടി ഇതിൽ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്താൽ പോരെ. ആരോ അടിച്ച് വെളുക്കും, മൂവ് ചെയ്ത് അതിനെക്കാട്ടി ഇത് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ നമ്മുടെ കൺവീനിയൻസ് ആണ്. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഏത് രീതിയിലാണെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സ്വല്പം അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുണ്ടോ, ഇതുണ്ടോ, ഫിൽ ഫ്രെയിം പ്രപ്പോർഷണലി. കാരണം ചിലപ്പോൾ അങ്ങോട്ടാക്കുമ്പോൾ ഈ ഫ്രെയിം ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ ഫ്രെയിം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫിൽ ഫ്രെയിം പ്രപ്പോർഷണലി. ഓക്കെ, അപ്പോൾ ഫ്രെയിമായി, പക്ഷേ കാറിൻ്റെ കുറച്ച് ഭാഗം കാണുന്നില്ല. നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ, കണ്ടോ ഇവിടെ പോയി കിടക്കുകയാണ്. സോ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ഫിൽ അല്ലെങ്കിൽ ഫിറ്റ് കണ്ടൻറ്റ് പ്രപ്പോർഷണലി കണ്ടോ, ഇപ്പോൾ കറക്റ്റായി. ആ ഒരു ഫ്രെയിം നമ്മൾ ആദ്യം എങ്ങനെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് അതിൻ്റെ അതേ സൈസിലോട്ട് വന്നു. അല്ലെങ്കിൽ ഇൻഡിസൈനിൽ ഒരു സംഭവം ഇമ്പോർട്ട് ചെയ്യുമ്പം ആ ഒരു പിക്ചറിൻ്റെ എക്സാക്റ്റ് സൈസിലോട്ട് ഇത് കൺവേർട്ടായി. മനസ്സിലായോ? അത് ഫ്രെയിമിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതുണ്ടോ, ഈ ഒരു ഇതിൽ മാത്രമേ പിടിച്ച് മൂവ് ചെയ്യാവുള്ളൂ. അല്ലാതെ പിടിച്ച് മൂവ് ചെയ്താൽ ഇതാണ് പ്രശ്നം കണ്ടോ. കാരണം എല്ലാം ഇത് ഫ്രെയിമിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾ W അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ എല്ലാം അങ്ങ് ഓഫ് ആവും. ഓവർലേ ഓഫ്, ഓവർലേ ഓൺ കണ്ടോ. ഇപ്പോൾ പകുതി കട്ടല്ലേ. അപ്പോൾ നമ്മൾ W വീണ്ടും അടിച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, രണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി W അടിച്ച് നോക്കിയാൽ കറക്റ്റായില്ലേ. സംഭവം പിടികിട്ടി എന്താണെന്ന്. ഒന്നുമില്ല, ഫിറ്റ് ചെയ്യുക. എല്ലാം ഫ്രെയിമിലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രെയിമിൻ്റെ അകത്ത് ആ കറക്റ്റ് പ്രപ്പോർഷൻ
നമ്മൾ എടുത്ത ആ ഒരു പിക്ചർ കറക്റ്റ് അതിൻ്റെ അകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഫിറ്റ് ഫ്രെയിം പ്രൊപ്പോർഷണലും കൊടുക്കുക. പിന്നെ എന്താണ് ഫിറ്റ് ഫ്രെയിമും പിന്നെ ഫിറ്റ് ഫ്രെയിം പ്രൊപ്പോർഷണലിയും ഫിറ്റ് കണ്ടൻറ്റ് പ്രൊപ്പോർഷണലി കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് രണ്ടും കറക്റ്റ് ആകത്തുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ അകത്ത് ഓട്ടോ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഉണ്ട്. അതും കൂടെ ടിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് വന്നിരിക്കും. ഇതാ ടിക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് അനങ്ങത്തില്ല. ഓട്ടോ ഫിറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കും. ഓട്ടോ ഫിറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. രണ്ടും ഔട്ട്പുട്ട് സെയിം തന്നെയാണ്, ഓട്ടോ ഫിറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും. ഓക്കെ, ഞാനിതിനെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഞാനിതിനങ്ങ് റിമൂവ് ചെയ്തേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രാൻസ്ലേറ്റ് ടൂൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫയൽ, ഇതേ സെയിം സംഭവം തന്നെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്യാം. ഫയൽ പ്ലേസ്, ഇതിൻ്റെ അകത്ത് നമുക്കൊരു പിക്ചർ എടുക്കാം. ഓക്കെ, ഒരു പിക്ചർ ഞാൻ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്തേ. ഇതേ സെയിം ഇഷ്യൂ തന്നെ ഇതിൻ്റെ അകത്ത് വരും. കണ്ടോ, ഇത് മൂവ് ചെയ്യുമ്പോൾ സെയിം ഇഷ്യൂ വരും. ഓട്ടോ ഫിറ്റ് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് രണ്ടും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരിക്കും. കണ്ടോ, ഇപ്പോൾ ഇതാണ് കറക്റ്റ് ഈ ഒരു പിക്ചറിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. കണ്ടോ, വീണ്ടും ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ, മീൻസ് ട്രാൻസ്ഫോം ചെയ്യണ്ടേ. അപ്പോൾ ഇങ്ങനെ ഫ്രെയിം ആയതുകൊണ്ട് നമ്മൾ എന്താണ് ട്രാൻസ്ലേഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ ടൂളുണ്ട്, ഫ്രീ ട്രാൻസ്ഫോം ടൂളുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഓൾട്ടും പ്രസ് ചെയ്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മൂവ് ആവും, ഫോട്ടോഷോപ്പ് പോലെ. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഗ്യാപ്പ് അതിൻ്റെ ഇടയിൽ നിൽക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫോം ടൂൾ വെച്ചിട്ട് വേണം ഇതിനെ നിങ്ങൾ സ്കെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ. അതുപോലെ റൊട്ടേഷൻ അറിയാമല്ലോ, ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. എന്താ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയാണ് ഇതിൻ്റെ പിവോട്ട് പോയിന്റ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്കിതിൻ്റെ അകത്തുള്ള റൊട്ടേഷൻ്റെ ആംഗിൾ കിട്ടും. നിങ്ങൾക്ക് ഏത് 90 ആണെങ്കിൽ 90, ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ അടിച്ച് നോക്കിയാൽ കണ്ടോ 90 ഡിഗ്രിയിൽ പോയി. ഇനി ഒരു കോപ്പിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കോപ്പി അടിച്ചിട്ട് അല്ലെങ്കിൽ പ്രിവ്യൂ അടിച്ചിട്ട് ഒരു കോപ്പിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നിന്ന് 90 ഡിഗ്രി കറങ്ങി മുകളിൽ നിൽക്കും. മനസ്സിലായോ? നമ്മുടെ ഇലുസ്ട്രേറ്റർ പോലെ തന്നെ, ഇലുസ്ട്രേറ്ററിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തത് അതേപോലെ തന്നെ സെയിം റൊട്ടേഷൻ്റെ പ്രോപ്പർട്ടി. അതുപോലെ തന്നെ സ്കെയിലുണ്ട്. സ്കെയിലാവുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്കെയിൽ ചെയ്യാം. ഏത് ഭാഗത്തോട്ടാണ് നിങ്ങൾക്ക് സ്കെയിലും നമ്മൾ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആക്സിസിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ രണ്ടും 200% കൊടുത്താൽ ഉണ്ടോ ഇങ്ങനെ ആവും. ഇനി ഈ ലോക്ക് മാറ്റിയ ശേഷം ഇത് 100ഉം അത് 200ഉം ആണെന്നുണ്ടെങ്കിൽ ഉണ്ടോ സ്ട്രെച്ച് ആവും. ഓക്കെ, പിന്നെ ഇതിനെ മാറ്റിയിട്ട് വീണ്ടും 100 ആക്കി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ വരും. ഇനി ഇതിൻ്റെ അകത്ത് കോപ്പി വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കോപ്പി എടുക്കാം. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് വരുള്ളൂ. പ്രിവ്യൂ കോപ്പി ഇതാ ഡ്രാഗ് ചെയ്ത് വിട്ടുകൊടുത്താൽ മതി. ഇതാ അകത്തിരിപ്പുണ്ട് കണ്ടോ. ഇത് ഞാൻ മൂവ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം കണ്ടല്ലോ. ഇതാ നമ്മളെപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യുള്ളൂ. ഇതാ കണ്ടോ, നമ്മൾ അങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്യുക, എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് മൂവ് ആകത്തുള്ളൂ. അപ്പോൾ എല്ലാം ഫ്രെയിംസ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം അടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഒരു പേജൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ സമയത്ത് ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് ബാക്കി പിക്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അടുക്കി പ്ലേസ് ചെയ്യാം. ഡിസൈൻ ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഡിസൈൻ ചെയ്യാൻ പറ്റും, പക്ഷേ അടുക്കി പ്ലേസ് ചെയ്യാൻ ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ടൂൾ. അപ്പോൾ ഇത്രയും ടൂൾ ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ്? ഫ്രീ ട്രാൻസ്ഫോം, റൊട്ടേറ്റ്, സ്കെയിൽ. അടുത്ത് നമുക്ക് ഷിയർ ടൂൾ നോക്കാം. റെക്റ്റാങ്കിൾ ടൂൾ ഞാൻ വരച്ചു, അതിൻ്റെ അകത്തൊരു കളർ ഫില്ല് ചെയ്തു, അതിൻ്റെ അകത്ത് ഷിയർ ടൂൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എഡ്ജിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്തു, കണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഇനി അതിൻ്റെ പ്രോപ്പർട്ടി വേണമെങ്കിൽ ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ ഞാൻ 15% കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രിവ്യൂ അടിച്ചാൽ കണ്ടോ, ഞാൻ അവിടെയാണ് വെച്ചിരിക്കുന്നത് പിവോട്ട് പോയിന്റ്. കണ്ടല്ലോ, ഇവിടെയാണ് ഞാൻ പിവോട്ട് പോയിന്റ് വെച്ചിരിക്കുന്നത്. മിഡിൽ വെച്ച് കഴിഞ്ഞാൽ മിഡിൽ നിന്നായിരിക്കും എന്താണ് സ്ക്യൂ ആവുന്നത്. ഇപ്പോൾ വെർട്ടിക്കലാണെങ്കിൽ വെർട്ടിക്കലാക്കാം. വെർട്ടിക്കലിൽ ഞാൻ പ്രിവ്യൂ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ വെർട്ടിക്കലായിരിക്കും മൂവ് ആവുന്നത്. ഇനി കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അകത്തൊരു കോപ്പി വന്നു മൂവ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. ഓക്കെ, അല്ലാതെ നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്തെടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ പിവോട്ട് പോയിന്റ് നമുക്ക് ഏത് പൊസിഷനിലാണ് വേണ്ടത് ആ ഒരു പൊസിഷനിൽ
നമുക്ക് പിവോട്ട് പോയിന്റ് സെൻട്രലിലാണെങ്കിൽ സെൻട്രലിൽ വെച്ചിട്ട് സ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും സ്ക്യൂ ആവുന്നത്. മറിച്ച് ആ ഒരു സ്ക്യൂ ഇവിടെ വെച്ചിട്ട് സ്ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അത് സ്ക്യൂ ആവുന്നത്. കണ്ടോ? അപ്പോൾ പിവോട്ട് പോയിന്റ് എവിടെ വയ്ക്കുന്നു അതനുസരിച്ചായിരിക്കും ആ ഒരു ഒബ്ജക്റ്റ് അവിടെ നിന്ന് സ്ക്യൂ ആവുന്നത്. സോ ഫ്രീ ഫോം ടൂള്, പിന്നെ ഏതാ പറഞ്ഞത്, റൊട്ടേറ്റ് ടൂള്, സ്കെയിൽ ടൂള്, ഷിയർ ടൂള്. ഓക്കെ, എല്ലാം എഴുതിയെടുക്കുന്നുണ്ടല്ലോ. അടുത്ത ഏതൊക്കെയാണ് പറഞ്ഞത്? ഇതിൻ്റെ അകത്ത് ഫിൽ ഫ്രെയിം പ്രൊപ്പോർഷണലിയും ഫിറ്റ് കണ്ടൻറ്റ് പ്രൊപ്പോർഷണലി, പിന്നെ ഇതിൻ്റെ അകത്ത് ഓട്ടോ ഫിറ്റ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒറ്റ ക്ലിക്കിൽ പരിപാടി നടക്കും. അല്ലാന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യേണ്ടി വരും. പിക്ചറിലാകുമ്പോഴാണ് നമുക്ക് ആക്ച്വലി ഇതിൻ്റെ അകത്ത് പ്രോബ്ലം വരുന്നത്. ഫയൽ പ്ലേസ് കൊടുക്കുന്നു, അതിൻ്റെ അകത്ത് ഞാൻ ഏതെങ്കിലും ഒരു പിക്ചർ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും മതി. ഫയൽ പ്ലേസ് ഏതാണെന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയക്കകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ വലുതായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓട്ടോ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം പ്രത്യേകിച്ച് വരുന്നില്ല. പക്ഷേ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ മുകളിലോട്ട് ഡ്രാഗ് ചെയ്യുമല്ലോ, ഇതുണ്ട് ഈ ഒരു മിഡിലൊരു സംഭവമുണ്ട് കണ്ടോ, അതിൽ പിടിച്ച് അതാണ് നമ്മൾ ഈ അകത്തുള്ള ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, 2 എണ്ണം അഡ്ജസ്റ്റ് ചെയ്യും. പുറത്തതൊരു മൊത്തത്തിൽ നമുക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള ഫ്രെയിം, അകത്തുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അകത്തൊരു ചൈൽഡ്, മെയിൻ പാരന്റിൽ പിടിച്ച് വലിക്കുമ്പോൾ ചൈൽഡ് അതിൻ്റെ കൂടെ മൂവ് ആകും. പക്ഷേ അതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു റൊട്ടേഷൻ ടൂളുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുക. ഫിൽ ഫ്രെയിം പ്രൊപ്പോർഷണലി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും. അത് എക്സ്റ്റേണലായിട്ട് കൊണ്ടുവരുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്തായിരിക്കും നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഷേപ്സിൻ്റെ അകത്ത് അത് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. പിടികിട്ടിയോ? ഓക്കെ, അടുത്ത ടൂൾസ് നോക്കാം നമുക്ക്. കണ്ടോ, ഇതെല്ലാം ഫ്രെയിമാണ്. കണ്ടോ, ഞാനത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അകത്തതങ്ങ് പോയി, പുറത്ത് ഫ്രെയിം മാത്രമാണ്. ഫ്രെയിമിനെ നമുക്ക് സ്കെയിൽ ചെയ്യാം, മൂവ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷേപ്പ് ഞാൻ എടുത്തേ, ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു കളർ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മുടെ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ടു എഡിറ്റ് കോർണേഴ്സ്, ഇതുണ്ടോ, ഓൾട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. നമ്മളതിൻ്റെ അകത്തൊരു കളർ കൊടുത്തിട്ട് ഓൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇത് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേഡിയസ് മനസ്സിലായോ? ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ വീണ്ടും ഇത് മാറും. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക, കണ്ടോ, ഏത് വേണമെങ്കിലും നമുക്ക് ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നതോറും അതിൻ്റെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. കണ്ടോ, മൂവ് ചെയ്തിട്ട് നമുക്ക് വേറെ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം. മൂവ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, കണ്ടോ, ഏതാണ് ഓൾട്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഓൾട്ട് ക്ലിക്ക് ചെയ്താലേ അത് ആക്റ്റീവ് ആവുള്ളൂ. ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളതിനെ മൂവ് ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു സംശയം വരാം, ഇതിനെ ലോക്ക് ചെയ്യാൻ പറ്റൂലേ? ലോക്ക് ചെയ്യാൻ പറ്റും, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലോക്ക് ചെയ്യാൻ പറ്റും, ഒരു ഭാഗം മാത്രമായിട്ട് മൂവ് ചെയ്യാൻ പറ്റൂലേ എന്നാണ് ഡൗട്ട് അല്ലേ? അത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രം നമുക്ക് മൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്യുക. കണ്ടോ, ഓൾട്ടിന് പകരം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഒരു ഭാഗം മാത്രമല്ലേ വരണുള്ളൂ അല്ലേ? മറ്റേ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഓൾട്ട് ഹോൾഡ് ചെയ്താൽ എല്ലാ പോർഷനും മൂവ് ആവും. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്താൽ ഒരു പോർഷൻ മാത്രം മൂവ് ആവും. ഡബിൾ ക്ലിക്ക് ചെയ്യുക, പഴയ പോലെ വരും. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ പഴയ പോലെ വരും. ഓൾട്ട് ഡബിൾ ക്ലിക്ക്, വീണ്ടും ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഇത് മാറ്റാം. ഓക്കെ, ഒരു വട്ടം കൂടെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ഷേപ്പ് മാറും. വീണ്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ അകത്തുള്ള ഷേപ്പ് മാറും. എന്നിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്ത് നിങ്ങൾ അതിനെ ഡ്രാഗ് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് അതിനെ ഡ്രാഗ് ചെയ്യുക. ആ ഒരു പോർഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഷിഫ്റ്റും ഓൾട്ടും ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഒബ്ജക്റ്റ് എടുക്കാം. ഒരു എലിപ്സ് ടൂൾ എടുത്ത്, എലിപ്സ് ടൂളിൻ്റെ അകത്ത് ഇത് എത്രത്തോളം വർക്കൗട്ട് ആവും നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. അതായത് ഡോട്ട് ഉണ്ടോ, ഒരു യെല്ലോ ഡോട്ട് ഉണ്ടോ അതിൻ്റെ അകത്ത്? ഇല്ല. അടുത്തത് പോളിഗൺ ടൂൾ എടുത്ത് വരയ്ക്കാം. പോളിഗൺ ടൂളിൻ്റെ അകത്ത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അടുത്തത് വീണ്ടും റെക്റ്റാങ്കിൾ ടൂള്, ഒരു മിനിറ്റ്, റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് നമുക്കൊന്നുകൂടെ വരയ്ക്കാം. ഇതുണ്ടോ, 2, 3 കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക, കൈ എടുക്കുക, മൂവ് ചെയ്യുക. ഓക്കെ, ഒരു പോയിന്റ് വീണ്ടും ഒന്നും കൂടെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് വീണ്ടും മാറും.
ഒന്നും കൂടെ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഷേപ്പിൽ നിന്ന് ഡയറക്റ്റ് ഏകദേശം ഈ ഒരു ഷേപ്പിൽ വരും. മനസ്സിലായോ? മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ ഏകദേശം വരും. വീണ്ടും ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ വീണ്ടും ആ ഒരു ഷേപ്പ് മാറും, വേറെ ഷേപ്പിലോട്ട്, പഴയ ഷേപ്പിലോട്ട് വരും. സോ ഓൾട്ട് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 ആകുമ്പം റിപ്പീറ്റ് ചെയ്ത് തിരിച്ചു വരും. 1 to 6 കറങ്ങി അതിൽ വരും. സോ ഓൾട്ട് ഹോൾഡ് ചെയ്യുന്നു, ലെഫ്റ്റ് മൗസ് ക്ലിക്ക്, 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 ഓൾട്ട് ഹോൾഡ് ചെയ്യുന്നു. നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ വരുന്നു. വീണ്ടും ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഒരു പോർഷൻ മാത്രം എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് മാറ്റുക. അല്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് മാറ്റുക, ബാക്കിയുള്ള ഷേപ്പ് ഇതാ ആയില്ലേ? ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് മൂവ് ചെയ്യുമ്പോൾ കണ്ടോ, അത് രണ്ടും ഒരു ഷേപ്പ്, ഇത് വേറെ ഷേപ്പ് ആയില്ലേ? വീണ്ടും ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, മൂവ് ചെയ്തിട്ട് പഴയ ഷേപ്പിൽ കൊണ്ടുവരണമെങ്കിൽ ഇത് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ പ്രോബ്ലം. അപ്പോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്കതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ പ്രശ്നം വരില്ല. കാരണം അകത്തൊരു എന്താണ്, 2 സർക്കിൾ പോലത്തെ ഒരു സംഭവം അകത്തില്ല. അതുകൊണ്ട് ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യാം. ഷിഫ്റ്റ് ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സ്കെയിൽ ചെയ്യാം, സ്കെയിൽ കുറയ്ക്കാം. ഈ ഷേപ്പിൻ്റെ കൂട്ടത്തിൽ വേറെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇടല്ലോ, ആദ്യം നമ്മൾ ചേഞ്ച് ചെയ്യണം. അത് ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ഷേപ്പ്, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ വീണ്ടും ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട്, ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുക. ഓ അങ്ങനെ, മനസ്സിലായി. അതിന് വേണ്ടി ഇതുണ്ടാ ഈ സൈഡിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതാ പല ഷേപ്പിൽ കൊണ്ടുവരാനുള്ളത് കണ്ടോ. എന്നിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട് കണ്ടോ. റൗണ്ടഡ്, ഇൻസെറ്റ്, ബെവല് ഉണ്ടോ. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു ഷേപ്പ് മാത്രം നമുക്ക് മാറ്റിയാൽ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ആദ്യം ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ദെൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു ഏരിയക്കകത്ത് മാത്രം നമ്മൾ ട്വീക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ റൗണ്ട് ആക്കുമ്പോൾ ഇത് മൊത്തത്തിൽ മാറും. അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുമ്പം ഓരോ ഷേപ്പിൽ വരയ്ക്കണം, എന്നിട്ട് ഒന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഷേപ്പ് മാറ്റണം. ഇതിപ്പോൾ ഒറ്റ ഷേപ്പല്ലേ, സാധാരണ ഒരു കോമൺ ആയിട്ടുള്ള ഷേപ്പല്ലേ. വേറൊരു ഷേപ്പ് നിങ്ങൾ വരച്ചിട്ട് ആ ഏരിയക്കകത്ത് സെപ്പറേറ്റ്, ഈ ഏരിയക്കകത്ത് സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക.